ഓക്കെ 18ാമത്തെ പാഠം ഇവിടെ ശ്രദ്ധിക്കുക. ഹാദിഖ് എന്താണ്? 2 പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഷോർട്ട് നോട്ട് ആണ്, ഇവിടെ മാത്രം നോക്കിയാൽ മതി, കിതാബ് നോക്കണ്ട. ഓക്കെ കേട്ടോളെ. ഇപ്പൊ 2 പെരുന്നാൾ നിസ്കാരം, 1 ചെറിയ പെരുന്നാളും 2 വലിയ പെരുന്നാളും അല്ലേ. പിന്നെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതപ്പെട്ടതാണ് 2 പെരുന്നാൾ നിസ്കാരം. ഈ ഉമ്മത്തിന്റെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ പ്രത്യേകതപ്പെട്ടതാണ്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതപ്പെട്ടതാണ് 2 പെരുന്നാൾ നിസ്കാരം. പിന്നെ 2 റക്അത്താണ് നിസ്കാരം. എത്ര റക്അത്ത്? 2 റക്അത്താണ് നിസ്കാരം. പിന്നെ നിസ്കാരത്തിലെ തക്ബീറുകൾ നോക്കാം. നിസ്കാരത്തിലെ തക്ബീറുകൾ 1ാം റക്അത്തിൽ വജ്ജഹത്തുന് ശേഷം, 1ാം റക്അത്തിൽ വജ്ജഹത്തുന് ശേഷം എത്ര തക്ബീർ? 7 തക്ബീർ. ഓക്കെ 1ാം റക്അത്തിൽ വജ്ജഹത്തുന് ശേഷം 7 തക്ബീർ. ക്ലിയർ അല്ലേ? 1ാമത്തെ റക്അത്തിൽ വജ്ജഹത്തുന് ശേഷം എത്ര തക്ബീറാ? അല്ല 7 തക്ബീർ. പിന്നെ 2ാമത്തെ റക്അത്തിൽ തക്ബീറിന് ശേഷം 5 തക്ബീർ. 2ാമത്തെ റക്അത്തിൽ എത്ര? 5 തക്ബീർ. 2ാമത്തേതില് 5 തക്ബീർ. ഓക്കെ 1ാമത്തെ റക്അത്തിൽ വജ്ജഹത്തുന് ശേഷം 7 തക്ബീർ, 2ാം റക്അത്തിൽ 5 തക്ബീർ. പിന്നെ റക്അത്തുകൾക്കിടയിൽ സുന്നത്തായ ഒരു ദിക്റുണ്ട്. എന്താ അത്? ഓരോരോ തക്ബീറുകൾക്കിടയിൽ സുന്നത്താണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നിസ്കാരം സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ റക്അത്തിന് വേണ്ടി കൈവെക്കുന്നു, വജ്ജഹത്ത് ഓതിയ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത തക്ബീർ ഇടുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ തക്ബീറിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. മനസ്സിലായോ? ഓക്കെ 1ാമത്തെ റക്അത്തിൽ 7 തക്ബീർ. ഓരോ തക്ബീറിന്റെ ഇടയിൽ വജ്ജഹത്ത് ഓതിയ തക്ബീർ പിന്നെ കേട്ടോ, അതിലൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. ഓക്കെ അങ്ങനെ 2ാമത്തെ റക്അത്തിൽ എന്നിട്ട് അവസാനം അത് കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 7 തക്ബീർ കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹയും സൂറത്തും ഓതുക. 2ാമത്തെ റക്അത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വന്നതിന് ശേഷം 5 തക്ബീർ. ഓരോ 2 തക്ബീറിന്റെ ഇടയിൽ എന്തില്ല? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. ഓക്കെ ഇനി അടുത്ത കേട്ടോളി. തക്ബീർ ചെല്ലുമ്പോ കൈ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈകൾ ചുമരിനോട് നേരെ ഉയർത്തൽ സുന്നത്താണ്. സാധാരണ തക്ബീർ ചൊല്ലിയൊക്കെ ഉള്ളതുപോലെ തന്നെ എല്ലാ തക്ബീറും അല്ലാഹു അക്ബർ ചുമരിനോട് നേരെ ഉയർത്തൽ എന്താണ്? സുന്നത്താണ്. ഇനി നിസ്കാരത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. നിസ്കാരത്തിന്റെ സമയം എപ്പോഴാന്ന് പറഞ്ഞില്ല അല്ലെ? നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ചതിന് ശേഷം ദുഹർ തുടങ്ങുന്നതിന് മുമ്പാണ് സമയം. ഓക്കെ ദുഹർ വരെ, സൂര്യ ഉദിച്ച ശേഷം ദുഹർ വരെയാണ് സമയം. സൂര്യ ഉദിച്ച ശേഷം ദുഹർ വരെയാണ് എന്തിന്റെ സമയം? നിസ്കാരത്തിന്റെ സമയം. നിസ്കാര സമയം സൂര്യ ഉദിച്ച ശേഷം ദുഹർ വരെ. നിസ്കാരത്തിന് ശേഷം 2 ഖുത്ബ സുന്നത്തുണ്ട്. 2 ഖുത്ബ സുന്നത്തുണ്ട്. നിസ്കാരത്തിന് ശേഷം 2 ഖുത്ബ സുന്നത്തുണ്ട്. 1ാമത്തെ ഖുത്ബ ശ്രദ്ധിക്കുക. ഇവിടെ ഖുത്ബയും നിസ്കാരം വ്യത്യാസം. 1ാമത്തെ ഖുത്ബയിൽ എന്ത് ചെയ്യാ? 9 തക്ബീറോട് തുടങ്ങണം. ഓക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ 9 പ്രാവശ്യം തക്ബീർ കൊണ്ട് തുടങ്ങണം ഖുത്ബ. 2ാമത്തെ ഖുത്ബ 7 തക്ബീർ കൊണ്ട് തുടങ്ങണം. നിസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ 7 തക്ബീറും 2ാമത്തെ റക്അത്തിൽ 5 തക്ബീറുമാണ്. അല്ലാഹു അക്ബർ ചൊല്ലി കൈയ്യട്ടുന്നത് സുന്നത്തില്. ഖുത്ബയില് കൈയ്യട്ടൊന്നും വേണ്ട. 1ാമത്തെ ഖുത്ബയിൽ 9 തക്ബീറും 2ാമത്തേല് 7 മാറിപ്പോയത് കേട്ടോ. നിസ്കാരത്തിൽ 1-ൽ 7 2-ൽ 5, ഖുത്ബയിൽ 1-ൽ 9 2-ൽ 7. ഓക്കെ ഇനി തക്ബീർ ചെല്ലേണ്ട വേറെ സമയങ്ങളുണ്ട്. ശ്രദ്ധിക്കുക. പെരുന്നാൾ നിസ്കാരത്തിലെ പെരുന്നാൾ ദിവസത്തിലൊക്കെ തക്ബീർ ചൊല്ലുന്നുണ്ട്. എപ്പോഴാണോ? 2 പെരുന്നാളുകൾക്ക് സുന്നത്തുള്ള സമയമാണ്. മനസ്സിലാക്കിച്ചോളൂ. പെരുന്നാൾ രാവിലെ, പെരുന്നാളിന്റെ തലേന്ന് രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൽ കടക്കുന്നത് വരെ തക്ബീർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ നിൽക്കും സുന്നത്താ. നമ്മളൊക്കെ രാത്രി കാലങ്ങളിൽ എന്താക്കും? പള്ളിയിൽ നില ആദ്യം 3ാമത്തെ പള്ളിയിൽ നിന്നൊക്കെ എന്താക്കും? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ നിൽക്കേണ്ട തലേന്ന് അത് മൊത്തം. അപ്പൊ എന്താണ്? അത് എപ്പോ മുതല്? പെരുന്നാളിന്റെ തലേന്ന് രാത്രി സൂര്യൻ അസ്തമിച്ച മുതൽ, എന്നുവെച്ചാൽ മഗ്‌രിബ് മുതൽ തുടങ്ങും. എന്നിട്ട് പിറ്റേന്ന് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിനല്ല. പിന്നെ വലിയ പെരുന്നാളിന് മാത്രം സുന്നത്ത് എന്താ? അറഫാ ദിവസം സുബ്ഹ് മുതൽ, എന്ന് വെച്ചാൽ
പെരുന്നാളിന്റെ തലേന്നത്തെ സുബ്ഹ് മുതൽ 60 ദിവസം ദുൽഹിജ്ജ് 9 നോമ്പൽക്കൽ സുന്നത്തിന്റെ വൈകിട്ടിലെ വേറെ പാഠത്തിൽ നമ്മൾ പഠിച്ചില്ലേ? ആ ദിവസം സുബ്ഹ് മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ ദുൽഹിജ്ജ് 13 അസർ വരെ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയ്യാമുത്ത് തശ്രീഖ് ദിവസങ്ങളിൽ നോമ്പ് ഹറാമാണെന്ന് പഠിച്ച ഓർമ്മയില്ലേ? അത് പെരുന്നാളിന്റെ പിറ്റേന്നും അതിന്റെ പിറ്റേന്നുള്ള 3 ദിവസം, അതായത് ദുൽഹിജ്ജ് 11, 12, 13. ഈ 13 ദുൽഹിജ്ജ് 13 അസുർ വരെ എല്ലാ നിസ്കാരങ്ങളുടെ ശേഷം തക്ബീറല്ലോ. ഓക്കെ, വലിയ പെരുന്നാളിന് മാത്രം ദുൽഹിജ്ജ് 9 അറഫ ദിവസം സുബ്ഹ് മുതൽ എല്ലാ നിസ്കാരങ്ങളുടെ ശേഷം തക്ബീറല്ലേ. ഏതുവരെ? അയ്യാമുത്ത് തശ്രീഖിന്റെ അതായത് ദുൽഹിജ്ജ് 11, 12, 13 അസുർ വരെ എന്തെല്ലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എപ്പോ ചെല്ലണം? നിസ്കാരം കഴിഞ്ഞ ഉടനെ സുന്നത്താട്ടോ. പിന്നെ നിസ്കാരം എവിടെ സംസ്കരിക്കേണ്ടത്? പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഏറ്റവും ശ്രേഷ്ഠം എവിടെ നിസ്കരിക്കലാണ്? പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി പെരുന്നാൾ ദിവസത്തെ സുന്നത്തുകൾ അത് മനസ്സിലാക്കിയാൽ: 1 കുളിക്കുക, 2 ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, 3 സുഗന്ധം ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ?